Hi guys, my name is Riya and welcome to my channel. So ഇന്നത്തേത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗാണ് ഫസ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ട്രിവാൻഡ്രത്തിലെ ഐ എം ഫ്രം ട്രിവാൻഡ്രം പറയാൻ പറഞ്ഞു. എനിവേസ് സോ ഇവിടുത്തെ ഒരു ഐക്കോണിക് പ്ലേസിലാണ് നമ്മൾ. പത്മനാഭൻ ടെമ്പിളിന് ശേഷം ഏറ്റവും കൂടുതൽ റീൽസിൽ വന്ന സ്ഥലത്താണ് നേപ്പിയർ മ്യൂസിയം. അങ്ങനെ ഞാൻ ഇരുന്ന് സംസാരിക്കാൻ വന്ന വിഷയം വൈ ഐ എം സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറി ടൈം. സോ എനിക്ക് ഫസ്റ്റ് ഫോൺ കിട്ടുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. അപ്പം 7 വയസ്സുള്ള ഒരു കുട്ടിക്കൊക്കെ ഒരു ഫോൺ കിട്ടുന്നത് ഭയങ്കര വിയർഡാണ്. അതിനോ എൻ്റെ ചേട്ടൻ്റെ ഫോണായിരുന്നു അത്. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഫോൺ കോൾ ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് എനിക്ക് ഫോൺ കിട്ടിയത്. പക്ഷേ എക്സെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ഞാൻ അതെല്ലാം വേറെ എല്ലാ കാര്യത്തിലും ഞാൻ ഉപയോഗിക്കായിരുന്നു. ബട്ട് ഇൻ എ ഗുഡ് വേ. അങ്ങനെ അന്നും യൂട്യൂബ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ഇങ്ങനെ മലയാളി യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ കുട്ടികളൊന്നും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൂടുതലും കാണുന്നത് മറ്റേ വെസ്റ്റേൺ യൂട്യൂബേഴ്സ് അങ്ങനത്തെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അവർ നല്ല വൃത്തിക്ക് ചെയ്യും. അന്ന് ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും പാഷൻ ലൈക്ക് നമ്മൾ ഒരു സാധനം നമ്മൾ ചെയ്ത് അത് വീഡിയോ ഇടണ പോലെ ഒരു സംഭവമാണ് യൂട്യൂബ് എന്നാണ് വിചാരിച്ചത്. അയ്യോ, ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ കേൾക്കുമെന്തോ മൈക്ക് വെച്ചാലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പം ഞാൻ അന്ന് വിചാരിച്ചത് എല്ലാവരും പാഷന് വേണ്ടിയാണ് ചെയ്യണത്. അങ്ങനെ ഞാൻ അങ്ങനെ വെസ്റ്റേൺ യൂസേഴ്സിന്റെ ഒക്കെ ഇങ്ങനെ കാണുമായിരുന്നു, അവിടുത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ടിയാന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ യൂട്യൂബ് ചാനലായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പുതിയ ടോയ്സ് ഒക്കെ അൺബോക്സ് ചെയ്യണതും അതിന്റെ ഹോൾ വീഡിയോ, അവരുടെ ഡേ ഇൻ മൈ ലൈഫ്, ഇതൊക്കെ 2015 ആ ടൈമിലാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത്. അന്ന് ആ ടൈമിൽ എനിക്ക് സാംസങ്, എന്റെ ചേട്ടൻ്റെ ഒരു സാംസങ് ഗാലക്സിയുടെ ഒരു കുഞ്ഞു ഫോണായിരുന്നു, ഒരു വൈറ്റ് കളർ. അതിപ്പോ ഇവിടെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഫോണായിരുന്നു ഉപയോഗിക്കുന്നത്. അതിന്റെ സ്റ്റോറേജിന്റെ കാര്യം കോമഡിയാണ്. അങ്ങനെ അപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുത്താൽ അത് ഫില്ലാവും. അപ്പൊ നമ്മൾ 3 ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ എടുക്കാൻ. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ അന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞങ്ങൾ ഫ്ലാറ്റിന്റെ ടെറസിൽ പോയിട്ടൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ അന്ന് എനിക്കിത് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ലേറ്റർ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 6th ആയപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടി. അത് നോക്കിയുടെ ഒരു ടച്ച് ഫോൺ. അതിലും സെയിം പ്രോബ്ലം, സ്റ്റോറേജ് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ക്യാമറ ക്വാളിറ്റി ഒക്കെ കണക്കായിരുന്നു. അപ്പൊ അതിലും ഒരു വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്ത് ഇടുക എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ ഞാൻ കൊറോണ ടൈം ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലായി. അന്ന് മലയാളീസ് യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്റെ ലൈഫിൽ ഒരു കണ്ടന്റും ഇല്ല. അങ്ങനെ മേക്കിംഗ് കണ്ടന്റ് ഔട്ട് ഓഫ് ലൈഫ് എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ട് തോന്നി. അങ്ങനെ 6th കഴിഞ്ഞ് 7th കഴിഞ്ഞ് 8th കഴിഞ്ഞ് 9th കഴിഞ്ഞ് 10th കഴിഞ്ഞ് +1 +2 അത് ഞാൻ വിട്ടു. അങ്ങനെ +2 പഠിച്ചപ്പോഴാണ് എന്റെ അമ്മ പുതിയൊരു ഫോൺ വാങ്ങി. അതിന്റെ ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നൈസായിരുന്നു. ഞാൻ പിന്നെയും വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുക, അത് മറ്റുള്ളവരെ കാണിക്കുക, എഡിറ്റ് ചെയ്യുക ഒക്കെ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് എനിക്കത്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങി. എന്റെ ഇൻസ്റ്റയിൽ മാത്രം നേടാൻ തുടങ്ങി. ഞാനാണ് ദാറ്റ് ഫ്രണ്ട് ഓഫ് ദ ഗ്രൂപ്പ് where she always records things. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യും. എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യണം. അതെനിക്ക് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ താങ്ക്സ് ടു മൈ പാരൻസ് ഏപ്രിലിൽ എനിക്കൊരു ഐഫോൺ കിട്ടി. അതിനുശേഷം എനിക്ക് മെയിൻലി ഞാൻ ഐഫോൺ വാങ്ങിയത് എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന ഒരു ഇതാണ്. ബട്ട് അപ്പോഴും കണ്ടന്റ് ഒരു ക്ഷാമമാണ് എൻ്റെ ലൈഫിൽ. എന്ത് കണ്ടന്റ് എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള നമ്മുടെ എക്സ് യൂട്യൂബറിന് ഒട്ടും താല്പര്യമില്ല ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ ഡിസംബറിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഡിസംബറിൽ വിചാരിച്ചിട്ടില്ല ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ കൊച്ചിയിലേക്ക് പോവുക അല്ലെങ്കിൽ കോളേജൊക്കെ അപ്ലൈ ചെയ്യുക. ആ ഒരു പ്രോസസ് വന്നത് ഈ ഏപ്രിലാണ്. ഞാൻ ഡിസംബറിൽ എനിക്കൊരു മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് ഉണ്ട്. അതിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്. അതിൽ കൊച്ചിയൊന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഫൺ ഫാക്ട് ആണ്. അത് മറ്റേ ഫോർട്ട് കൊച്ചിയുടെ ഏതൊരു പ്ലേസിന്റെ ഒരു ഫോട്ടോ അതിലുണ്ട്. അപ്പൊ കൊച്ചിയിലേക്ക് ഈ വർഷം പോകുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തോ ഫോർച്ചുനേറ്റ്ലി അപ്പോൾ എന്താണ് ഒരു കണ്ടന്റ് ആണ്. കാരണം ഞാൻ എൻ്റെ 18 വർഷവും ഞാൻ ഇവിടെ ട്രിവാൻഡ്രമാണ് ജനിച്ചത് വളർന്നതൊക്കെ ഇവിടെയാണ്. അപ്പം ഒരു സിറ്റിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞതൊരു കുഞ്ഞു പ്രോസസ് അല്ല, വലിയ പ്രോസസ്സാണ്. അപ്പം എനിക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ, ആ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസസ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇതൊരു സോഴ്സ് ഓഫ് സോഴ്സ് ഓഫ് ഇൻകം. ബട്ട് എനിക്കത് അങ്ങനെ ഇങ്ങനെ ഒരു പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസസ് ആൻഡ് ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ഓൾറെഡി താല്പര്യമാണ്. അത് എനിക്ക് എഡിറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ട് ലൈഫ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഇതൊക്കെ ഓൺലൈനിൽ കിടക്കണമെന്ന് കാണുമ്പോൾ ഒരു ഭംഗി, ഒരു രസം. അപ്പൊ അതാണ് ഞാൻ മെയിൻലി യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചത്. അപ്പോൾ അതാണ് കഥ. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? എല്ലാം കേട്ടാ? അതാണ് മെയിൻ റീസൺ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓൾറെഡി ഞാൻ കൊച്ചിയിൽ അഡ്മിഷൻ, ഞാൻ സേക്രഡ് ഹാർട്ട് ഫേവറേറ്റ് ആണ്
അഡ്മിഷൻ എടുത്ത ഈസ്റ്റ് ക്യാമ്പസ് BSc സൈക്കോളജി ഹോണേഴ്സ്. അപ്പം അങ്ങോട്ട് പോകണതിൻ്റെ അഡ്മിഷൻ വ്ളോഗ് ഞാൻ എടുത്തായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ടൈപ്പോഡ് മയക്കൊന്നുമില്ല. അപ്പം ഞാൻ അത് കുറച്ചൊരു 3 മിനിറ്റ് 2 മിനിറ്റ് എന്ന വ്ളോഗുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡോക്യുമെന്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതും എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വ്ളോഗ് അതായിരിക്കും. അതിനുശേഷം കോളേജിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ഒരു ഹ്യൂജ് അൺബോക്സിങ് വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കോമഡിയാണ് വീഡിയോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒക്കെ പതുക്കെ പതുക്കെ വരും. പിന്നെ ഞാൻ വീഡിയോ ഫ്രീക്വൻ്റ്ലി ഇടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടും. എനിക്ക് അത്രേ പറയുള്ളൂ. പിന്നെ നല്ല വെതർ, കുറച്ച് ചൂടെടുക്കുന്നതെങ്കിലും നല്ല രസമുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പറയാനുണ്ടോ എനിക്ക്? എനിക്ക് ഇന്ന് എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നത് എക്സ് യൂട്യൂബറാണ്. താങ്ക്സ് ടു അസിസ്റ്റന്റ് യൂട്യൂബർ, അല്ല അസിസ്റ്റന്റ് എക്സ് യൂട്യൂബർ. എന്റെ താങ്ക്സ് എന്റെ ഇത്രയും നേരം കഥയൊക്കെ കേട്ടിട്ട് എന്റെ ഉള്ളി നല്ല കാര്യം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇപ്പൊ ടൈം 4 സമയത്രയായി 5:10. ഈ ടൈം ഞാൻ ചൂസ് ചെയ്തത് നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കണം ഇതിനാണ്. പക്ഷെ ഇന്ന് ഫുള്ള് ഒരു മഴ വൈബാണ്. ആദ്യത്തെ ദിവസം തന്നെ ഫ്ലോപ്പായി. പക്ഷെ ഓക്കെ, ഇത്ര നേരം ഞാൻ സിനിമാറ്റിക് എന്ന് വിചാരിച്ചു വീഡിയോ ആണ് എടുത്തോണ്ടിരുന്നത്. സാർ അത് ഭയങ്കരമായിട്ട്, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ റീഷൂട്ട് ചെയ്തേനെ. പക്ഷെ ഒരാൾ വെറുപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇവിടത്തെ എന്തെങ്കിലുമൊക്കെ കാണിക്കണോ? നല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും. പക്ഷെ ആൾക്കാരുണ്ടായിരുന്നു. താങ്ക്സ് ടു നേച്ചർ. ഇപ്പൊ ആരുമില്ല ഇവിടെ. ആർക്കെങ്കിലും ട്രിവാൻഡ്രത്ത് വീഡിയോ എടുക്കാൻ വരണമെങ്കിൽ നല്ല സ്പോട്ടാണല്ലേ, നല്ല. പക്ഷെ മൈക്കില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് മൊത്തം കേൾക്കും. ഇവിടെ ഇപ്പം പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പാട്ടാണിത്, ഹിന്ദുക്കളുടെ എന്തോ പ്രെയർ നടക്കുകയാണ്. മൈക്കില്ലെങ്കിൽ അതൊക്കെ കേൾക്കും. മൈക്കുണ്ടെങ്കിൽ കേൾക്കൂല എന്നാണ് എൻ്റെ ഒരു ഇത്. എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയാം. ഇനി ഒന്നും കൂടെ വന്ന് എടുക്കണോ? ഞാൻ ഇനി എത്ര ദിവസം ഇവിടെ കാണുമെന്ന് ഒരു ഐഡിയയില്ല. നമ്മള് ഒരാഴ്ച കൂടുതലില്ലേ? 2 ആഴ്ചയില്ലേ? 1.5 ആഴ്ച. അടുത്ത ആഴ്ചയാണോ 4 തീയതി? 4 തീയതി കോളേജ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കൊരു നോ ഐഡിയ. നമുക്ക് അപ്പം ഇറങ്ങാം. അവിടെ മൊത്തം ആൾക്കാർ, കപ്പിൾസ്. നമ്മൾ ആരുടെയും പ്രൈവസി ഇൻവാൽവ് ചെയ്യുന്നില്ല. കൈ വിറയ്ക്കുന്നതല്ല, ട്രൈപോഡിന് വെയിറ്റ് ഉണ്ട്. അതും ഉണ്ടായിരുന്നു മാനിഫെസ്റ്റേഷൻ ലിസ്റ്റില്. പക്ഷെ ഇനി കൊച്ചിയിൽ പോയിട്ട് ജിമ്മിൽ പോലെ പ്ലാൻ ഉണ്ട്. കിട്ടുമോടാ പിന്നെ? കൊച്ചി പോയിട്ട് ജിമ്മിൽ പോണ പ്ലാൻ ഒരു മിനിറ്റ് പറഞ്ഞുതരാം ഞാൻ. എന്തോ ഇനി ഉണ്ടല്ലോ 6 മാസം. ഈ 6 മാസത്തിന് ഞാൻ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയാവോ? പക്ഷെ എല്ലാം താങ്ക്സ് ടു മൈ പാരന്റ്സ്. ഒന്നും ഞാൻ വർക്ക് ചെയ്തതല്ല. ഓക്കെ, ഞാൻ പോവായിരിക്കോ? എന്തായിരിക്കും ഇത്രയും കംപ്ലീറ്റ് ചെയ്ത്? ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയാം. ഞാൻ ചിലപ്പോ പോവും. എടാ കോളേജിൽ ജിമ്മുണ്ട്. ചില സമയത്ത് 2:30 വരെ ഉണ്ട്. ഭയങ്കര വ്യത്യാസം എന്നൊക്കെ. എന്നോടാണ് 8 to 1:30